ശബരിമല സന്നിധാനത്തിന് മുകളിലൂടെ ഹെലികോപ്റ്റർ പറത്തിയതിൽ അസ്വാഭാവികതയില്ലെന്ന നിലപാടിൽ ദേവസ്വം ബോർഡ്. സംഭവിച്ചതിൽ കോസ്റ്റ് ഗാർഡ് വ്യക്തത വരുത്തിയിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. മോശം കാലാവസ്ഥയെ തുടർന്ന് ദിശമാറി പറന്നെന്ന് കോസ്റ്റ് ഗാർഡ് വിശദീകരിച്ചു. അതേസമയം നിയമവിരുദ്ധ നടപടിയിൽ പമ്പ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സന്നിധാനത്തിന് മുകളിൽ ഹെലികോപ്റ്റർ പറത്തിയ സംഭവം മോശം കാലാവസ്ഥയെ തുടർന്ന് സ്വീകരിച്ച നടപടിയാണെന്നാണ് കോസ്റ്റ് ഗാർഡ് നൽകുന്ന വിശദീകരണം. കോസ്റ്റ് ഗാർഡ് നൽകിയ വിശദീകരണത്തിൽ ദേവസ്വം ബോർഡും തൃപ്തരാണ്. സംഭവത്തിൽ അസ്വാഭാവികതയില്ലെന്നും കാര്യങ്ങൾ വ്യക്തമാണെന്നും ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. നമ്മളപ്പോൾ തന്നെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. പിന്നെ ഫോട്ടോ നോക്കുമ്പോൾ അതിനകത്ത് ഇന്ത്യ ഗവൺമെന്റ് മുദ്രയൊക്കെ ഉണ്ട്. പിന്നീടാണ് മനസ്സിലാവുന്നത് കോസ്റ്റ് ഗാർഡിന്റെ ഒരു വിമാനം എന്തോ കാരണത്താൽ വഴിതെറ്റി അവിടേക്ക് വന്നതാണ്. അവരപ്പോൾ തന്നെ നമ്മൾ അറിയിക്കുകയും ചെയ്തു. അല്ലാതെ വേറെ അസ്വാഭാവികതയോ ഒരു സെൻസേഷനുള്ള കാര്യമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. യാദൃശ്യമായിട്ട് സംഭവിച്ചാണ്. കോസ്റ്റ് ഗാർഡിൻ്റെതായതുകൊണ്ട് കൂടുതലൊന്നും നമ്മൾ നടപടിയിലേക്ക് പോയില്ല. പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. സുരക്ഷാ പ്രശ്നങ്ങളില്ലെന്ന് ദേവസ്വം ബോർഡ് നിലപാടെടുത്തെങ്കിലും എന്താണ് നടന്നത് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിന് ADGP S ശ്രീജിത്തിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സംഭവത്തിൽ സമഗ്രമായ പരിശോധന നടത്തി റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സന്നിധാനത്തിന് മുകളിൽ നിരോധിത മേഖലയിൽ തീരസംരക്ഷണ സേനയുടെ ഹെലികോപ്റ്റർ താഴ്ന്നു പറന്നത്. പോലീസിനെ അറിയിക്കാതെയായിരുന്നു നടപടി. CG 821 എന്ന ഹെലികോപ്റ്റർ പതിവായുള്ള പരിശീലന പറക്കലിൽ ആയിരുന്നുവെന്നും സാധാരണ കൊച്ചിയിൽ നിന്ന് തെക്ക് ദിശയിൽ 60 മുതൽ 80 മൈൽ പരിശീലന പറക്കൽ നടത്താറുണ്ടെന്നും കോസ്റ്റ് ഗാർഡ് വൃത്തങ്ങൾ പറഞ്ഞു. 4 പേരാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നതെന്നും സന്നിധാനത്തിന്റെ ചിത്രം എടുത്തുവെന്നും ആരോപണം ഉയർന്നിരുന്നു. മുന്നിൽ മാത്രം കാണാൻ കഴിയുന്ന തരത്തിലുള്ള ഹെലികോപ്റ്ററാണെന്നും ചിത്രങ്ങൾ എടുത്തിട്ടില്ലെന്നും കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കി. അതേസമയം നിയമവിരുദ്ധ നടപടിയിൽ പമ്പ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് മലയാളം, പത്തനംതിട്ട.